അപ്രതീക്ഷിതമായിട്ടുള്ളൊരു യാത്രയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ പോകുന്നത് ബാംഗ്ലൂർ കെമ്പഗൗഡ ഇൻ്റർനാഷണൽ ടെർമിനലിലേക്കാണ്. അവിടെ നിന്നും ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, ഞങ്ങൾ പാരീസിലേക്കാണ് പോകുന്നത്. ഫാഷൻ സിറ്റി ആയിട്ടുള്ള പാരീസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കാണോ ചോദിച്ചാൽ ഒറ്റയ്ക്കാണ്, എന്നാൽ ഒരാളും കൂടെ ഉണ്ടായിരുന്നു, കുഞ്ഞുണ്ണി. ഞാൻ ആദ്യമായിട്ടാണ് ഇൻ്റർനാഷണൽ ബോർഡ് ചെയ്യാൻ പോകുന്നത് ഒറ്റയ്ക്ക്. ഏട്ടൻ 2 ആഴ്ച മുന്നേ തന്നെ അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ കുഞ്ഞുണ്ണിയും കൊണ്ട് എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് പോകുന്നതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ എനിക്കുണ്ട്. പിന്നെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫും ഉണ്ട് കൂടെ. അതുകൊണ്ട് ചെറിയൊരു ആശ്വാസം ഉണ്ടേനും, അങ്ങനെയും വേണം പറയാൻ. ഞങ്ങൾ ഇപ്പോൾ എയർപോർട്ടിൽ ഏകദേശം എത്താറായി. ഇതിപ്പോൾ എയർപോർട്ടിൻ്റെ എൻട്രിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എയർപോർട്ടിൽ എത്തി. ഈ പറഞ്ഞ പോലെ ലഗേജൊക്കെ എടുത്ത് വെച്ച് കുറേ പണികളുണ്ടല്ലോ. അപ്പോൾ ചെറിയൊരു പരിഭ്രമമൊക്കെ ഇല്ലാതില്ല, എന്നാൽ ടപ്പ് 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 ഇങ്ങനെ നെഞ്ചിടിപ്പുണ്ടേനും ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം, അവിടെ എത്താനുള്ള എക്സൈറ്റ്മെൻറ്റ് കാരണം. ഞങ്ങളിപ്പോൾ ലഗേജ് എല്ലാം എടുത്തു വെച്ച് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് കാണുന്നത്. ബാഗേജുകളിലെല്ലാം ഒരുവിധം എല്ലാം കൊണ്ടുപോകാൻ പാടില്ലാത്തതുമായിട്ടുള്ള എല്ലാം ഞങ്ങൾ സെറ്റാക്കി. എല്ലാം ശരിയായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചറിൻ്റെ അവിടെയാണ് ഇപ്പം ഞങ്ങൾ എത്തി നിൽക്കുന്നത്. അവിടെ എല്ലാം ചെക്കിനും എല്ലാം ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ബാഗേജ് കൗണ്ടറുകളിലും ഒക്കെ എല്ലാം ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബാഗെല്ലാം പോയി. പിന്നെ ഞങ്ങൾ അവിടെ വെറുതെ ഇരിക്കുന്ന സമയത്ത് അവിടെ ടെർമിനൽ 2-ലാണ്, ബാംഗ്ലൂരത്തെ ടെർമിനൽ 2-ലാണ് ഞങ്ങൾ ഇറങ്ങിയത്. പുതിയ ടെർമിനലാണ്. ഇപ്പോൾ അവിടെയാണ് ഡിപ്പാച്ചേഴ്സൊക്കെ നടക്കുന്നത്. മറ്റേ ടെർമിനൽ 1-ൽ അറൈവൽസ് അങ്ങനെയാക്കിയിട്ടുണ്ട്. മറ്റേത് രണ്ടും കൂടെ ക്ലബ്ഡായിരുന്നു. പക്ഷെ ഇപ്പോൾ പുതിയതായതിൻ്റെ എല്ലാ നല്ല സൂപ്പറാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ എല്ലാ ഇമിഗ്രേഷനും പണികളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ ബോർഡിംഗ് ഗേറ്റിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഏകദേശം രാത്രി ഒരു 2 മണിക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ 4 മണിക്കാണ് ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞുണ്ണി ഒരു കുഞ്ഞു ഉറക്കമൊക്കെ കഴിഞ്ഞു. ഞങ്ങളിതാ ബോർഡ് ചെയ്യാൻ പോവുകയാണ്. നടന്നോ, അമ്മ ഉണ്ട് ഇവിടെ, പിന്നാലെ നടന്നോ. ഗോ 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 കം. കേറു കുഞ്ഞിനി, കേറു. ആദ്യമായിട്ടാണ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ പോകുന്നതും പിന്നെ ഖത്തർ എയർവേസ് ചൂസ് ചെയ്യുന്നതും. അപ്പോൾ കുഞ്ഞുണ്ണി നല്ല ആക്റ്റീവായിരുന്നു. കയറിയ പാടെ തന്നെ എല്ലാം സെറ്റാക്കി തരാൻ പറഞ്ഞ് വാശി പിടിച്ച്, അപ്പോൾ അതൊക്കെ റെഡി ആയതുകൊണ്ട് അവൻ ഓക്കെ ആയിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ ടേക്ക് ഓഫ് ചെയ്യാനുള്ള ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് അവൻ്റെ ചെവി വേദനിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും കൂടെ ഒരു സൂത്രമാക്കിയിട്ട് ഞാൻ വേഗം തന്നെ എല്ലാം ശരിയാക്കി കൊടുത്തിരുന്നു. കുറച്ചു നേരം ടി വിയൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആൾ ഉറങ്ങി, നല്ല ഉറക്കമായി. ഞങ്ങൾ പാരീസിൽ ഞങ്ങൾക്ക് ലേ ഓവർ ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ ടു ദോഹ, ദോഹ ടു പാരീസ് അങ്ങനെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ദോഹയിൽ ഇറങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ പിറ്റേ ദിവസം പുലർച്ചെ അവിടെ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത്. എന്നിട്ടൊരു 10 മണി ഒക്കെ ആയപ്പോഴായിരുന്നു ഞങ്ങൾക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അധികം സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ബോർഡ് ചെയ്ത് പിന്നെ പാരീസിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറുകയാണ് ചെയ്തത്. അതും അങ്ങനെ കുറേ നടക്കാനുണ്ടായിരുന്നു. ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ഖത്തറിലെ ഫുഡായിരുന്നു. പുലർച്ചെ ഒരു 5:30 ആയപ്പോഴേക്കും അവർ ബ്രേക്ക്ഫാസ്റ്റ് തന്നു. കുഞ്ഞുണ്ണിക്ക് ഞാൻ പിന്നെ ടിഫിനിൽ എടുത്തിട്ടുണ്ടായിരുന്നുകൊണ്ട് അതിൽ ഇപ്പോൾ ദോഹയിൽ വെച്ച് അവന് കൊടുത്ത് അവൻ ഓക്കെ ആയി. അതുകൊണ്ട് വാശിയൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ ദോഹയിൽ നിന്നുള്ള ഫ്ലൈറ്റും ബോർഡ് ചെയ്തു. അതും ഖത്തർ തന്നെയായിരുന്നു, സെയിം തന്നെയായിരുന്നു. എല്ലാം ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. യാത്രയൊക്കെ നല്ല സുഖമായി, നല്ല കംഫർട്ടബിൾ ആയിരുന്നു എല്ലാം.
ഞങ്ങൾ പാരീസ് ഇതാ എത്താറായി. അതിൻ്റെ ചിത്രമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയ്യോ, നല്ല എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ കൂടി 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 വരികയാണ്. ഡ്രീം സിറ്റി എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു സിറ്റി ആയിരുന്നു പാരീസ്. അപ്പം പ്രതീക്ഷിക്കാതെയുള്ള ഒരു യാത്ര കൂടി ആവുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എത്രത്തോളം കൂടും എന്നുള്ളത്. പിന്നെ ഞങ്ങളവിടെ ഒരു 3:30 ആയപ്പോഴാണ് അവിടെ ഇറങ്ങിയത്. അവർ പറഞ്ഞ സമയം 3:30 ഏകദേശം ആ ടൈമൊക്കെ ആവാറായിട്ടുണ്ട് ഇപ്പോൾ. പാരീസ് എന്ന നഗരത്തിലേക്ക് ഞങ്ങളിതാ കാൽ ചുവട് വെക്കാൻ പോവുകയാണ്. ലാൻഡ് ചെയ്യാറായി. ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ പേര് റിച്ച എന്നാണ്. അപ്പം ഞാനും റിച്ചയും ഇങ്ങനെ ടോട്ടലി കംപ്ലീറ്റ്ലി എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ അഡ്രിനാലിൻ റഷൊക്കെ ഇങ്ങനെ അധികമായി നിൽക്കുമായിരുന്നു. ഇതിങ്ങനെ ലാൻഡ് ചെയ്ത് പാരീസിൽ അങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ അങ്ങനെ അവിടെയും ഈ പറഞ്ഞ പോലെ ഇമിഗ്രേഷനും ഒക്കെ ഉണ്ടല്ലോ, അതിനുള്ള വെയിറ്റിങ്ങും ഒക്കെ ആയിരുന്നു. കുറച്ച് നേരം വെയിറ്റൊക്കെ വേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ ഏട്ടൻ്റെ അടുത്ത് എത്തിയായിരുന്നു. ഞങ്ങൾ വൈകുന്നേരം എന്നിട്ട് ഒരു വാക്കിനൊക്കെ ഇറങ്ങിയേക്കായിരുന്നു. ഞങ്ങൾ എത്തിയ സമയത്ത് ഇവർ ഓഫീസിലായിരുന്നു. അങ്ങനെ വാക്കിനൊക്കെ നടത്തി അന്നത്തെ ദിവസം ഞങ്ങൾ അടിച്ച് പൊളിച്ചു.